ബി.എഡ് സെക്കൻഡ് സെമസ്റ്ററിലെ അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ ഫസ്റ്റ് യൂണിറ്റാണ് ബേസിസ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിസ് ഓഫ് അസസ്മെൻറ്റ്, ആ പേര് തന്നെ ഉണ്ടല്ലേ. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ അസസ്മെൻറ്റ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, അതുപോലെ തന്നെ മെഷർമെൻറ്റ്, അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, ഇതൊക്കെ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്, ഡെഫിനിഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ത്രൂ ഔട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മെഷർമെൻറ്റ്, അസസ്മെൻറ്റ് എന്നുള്ള രണ്ട് ടേമിനെ ഡിഫൈൻ ചെയ്യണം. പൊതുവേ നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുന്ന വേർഡ്സാണ് മെഷർമെൻറ്റും അസസ്മെൻറ്റും. പക്ഷേ അത് രണ്ടിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ഉണ്ട്. സോ അപ്പോൾ എന്താണ് മെഷർമെൻറ്റ്, എന്താണ് അസസ്മെൻറ്റ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സോ മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസാണ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് എന്തെങ്കിലും മാർക്ക് കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് പേപ്പറിൽ ഇതിന് ഇത്ര മാർക്കാണ്, അങ്ങനെ ഒരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി വെച്ച് പറയുന്നതാണ് മെഷർമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് വെച്ചിട്ട് അതുപോലെ സെറ്റ് ഓഫ് പ്രൊസീജിയർ വെച്ചിട്ടൊക്കെയാണ് മെഷർമെൻറ്റ് എന്നുള്ള പ്രോസസ്സ് നടത്തുന്നത്. സോ അപ്പോൾ ഒരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഒരു പ്രോസസ്സിനെ അസൈൻ ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഫേമസ് എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ഫോർ മെഷർമെൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെഷർമെൻറ്റ് എന്താണ്, ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചോ ഒരു ഇവൻറ്റിനെ കുറിച്ചോ സർട്ടൻ റൂൾ വെച്ചിട്ട് ന്യൂമറിക്കലി അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നതെന്നാണ് കോംഫൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. മെഷർമെൻറ്റിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സോ ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഫങ്ഷൻസ് ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. സോ അപ്പം ഇതിൻ്റെ ഒരു നോളേജ് ഡിറ്റർമൈൻ ചെയ്യാൻ, അതുപോലെ തന്നെ സ്കിൽസ്, എബിലിറ്റീസ്, ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമുക്ക് മെഷർമെൻറ്റ് കൊണ്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിൽ എത്രത്തോളം നോളേജ് ഉണ്ട്, ആ കുട്ടിയുടെ സ്കിൽസ് കാര്യങ്ങൾ, ആ കുട്ടിയുടെ എബിലിറ്റീസ്, അവരുടെ ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്രൂ മെഷർമെൻറ്റിലൂടെ, ത്രൂ ന്യൂമറിക്കൽ ക്വാണ്ടിറ്റിയിലൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കുട്ടികളുടെ ലേണിംഗ് പ്രോഗ്രസ്, അതുപോലെ തന്നെ അവരുടെ സബ്ജക്ട്സിലുള്ള സ്ട്രെങ്ത്, വീക്ക്നെസ്, അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ തന്നെ അവരുടെ ലേണിംഗ് നീഡ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്രൂ മെഷർമെൻറ്റിലൂടെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യങ്ങളാണ്. സോ മെഷർമെൻറ്റിലൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാ ബേസിലാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. സോ ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ്, ഇപ്പോൾ മാർക്ക് ഗ്രേഡ് കൊടുക്കുന്ന പോലെ ന്യൂമറിക്കൽ വാല്യൂ വെച്ചിട്ടാണ് മെഷർമെൻറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് മോട്ടിവേഷൻ കൊടുക്കാനും കുട്ടികൾക്ക് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു നല്ല സ്റ്റഡി ഹാബിറ്റ് ഫോം ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പാരൻസിനോട് ഈ ഒരു വാല്യൂ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ലേണിംഗ് പ്രോഗ്രസ്സോ കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഈ ഒരു മാർക്ക് ബേസ് ചെയ്തിട്ട് പാരൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് എന്നുള്ളൊരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ നമ്മൾ നോക്കുന്നതാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വേർഡായിരിക്കും അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പൊതുവെ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അസസ്മെൻറ്റിൽ നമ്മൾ കുട്ടികളുടെ അക്കാദമിക് റെഡിനെസ്, അതുപോലെ തന്നെ ലേണിംഗ് പ്രോഗ്രസ്, സ്കിൽസ്, അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസിൻ്റെയും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. സോ അസസ്മെൻറ്റിനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. സോ മൊത്തത്തിൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെഷർമെൻറ്റ് പോലെ തന്നെയാണ്. മെഷർമെൻറ്റിൽ നമ്മൾ എന്തൊക്കെ മെഷർ ചെയ്യുന്നുള്ളൂ അതൊക്കെ തന്നെയാണ് അസസ്മെൻറ്റിലും മെഷർ ചെയ്യുന്നത്. പക്ഷേ മെഷർമെൻറ്റിൽ അതിനെ ഒരു ന്യൂമറിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പക്ഷേ അസസ്മെൻറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ് അതിനെ അസസ് ചെയ്യുന്നതെന്ന് മാത്രം. സോ ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് കാണാൻ പറ്റും. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങൾ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു അസസ്മെൻറ്റ് തന്നെ ഇൻഫോർമലിയും നടത്താം, ഫോർമലിയും നടത്താം. അങ്ങനെ വളരെ ഇൻഫോർമലി ആയിട്ട് ഒരു ക്ലാസ് റൂമിൽ നടത്തുന്ന ഒരു അസസ്മെൻറ്റാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇതൊരു ഇൻഫോർമൽ അസസ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചർ മോണിറ്റർ ചെയ്യുന്നത്, ക്ലാസ്സിൽ ചോദിക്കുന്ന ഓറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പെട്ടെന്ന് നടത്തുന്ന സർപ്രൈസ് ടെസ്റ്റ്, യൂണിറ്റ് ടെസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അതായതൊക്കെ ഇൻഫോർമലി നടത്തുന്ന അസസ്മെൻ്റ് ആണല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ ടീച്ചേഴ്സിന് പറ്റും. അതായത് നമ്മളൊരു കുട്ടിയെ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിലെടുത്ത യൂണിറ്റ് ടെസ്റ്റിൽ
മാർക്സ് കുറവാണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഫീഡ്ബാക്ക് കൊടുത്തിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാം, അവർക്ക് വേണ്ട റെമഡിയൽ മെഷേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമല്ലേ. സോ ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഇൻഫോർമലി ഉള്ള അസസ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര ഫോർമലി ഒരു പക്ക സ്ട്രക്ചേർഡ് എക്സാമായിട്ട് നടത്തുന്ന സമയത്ത് സ്റ്റുഡൻസിന് കുറച്ചുകൂടി എക്സാം സ്ട്രെസ്സ് കാര്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള റീസൺ ആവാറുണ്ട്. സോ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ട പോലെ പെർഫോം ചെയ്യാനോ ടീച്ചേഴ്സിനോട് ഓപ്പൺ ആവാനോ പറ്റാറില്ല. പക്ഷേ ഇത് ക്ലാസ് റൂമിൽ വളരെ ഇൻഫോർമലായി നടത്തുന്നതുകൊണ്ട് തന്നെ ടീച്ചേഴ്സായിട്ട് കുട്ടികൾക്ക് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ആവാനും അതുപോലെ ടീച്ചേഴ്സിനും കുട്ടികളടുത്ത് നല്ല രീതിയിൽ അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ അക്കാദമിക് പ്രോഗ്രസ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിലൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇതൊരു വളരെ ഇൻഫോർമലായിട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഒരു എക്സാം സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങൾ കുറയ്ക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കൊളാസ്റ്റിക് ആൻഡ് കോക്കൊളാസ്റ്റിക് ഏരിയാസിൽ നടത്തുന്നുണ്ട്. അതായത് അക്കാദമിക് ബേസിലും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി സിലബസിലും ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തും. അതായത് ഇപ്പം അക്കാദമിക് ബേസിലുള്ള ആക്ടിവിറ്റീസിലും അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കാര്യങ്ങൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. പൊതുവേ ഒരു കോഴ്സിൻ്റെ അവസാനമൊക്കെയാണ് ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം ചെയ്യാറുള്ളത്. സോ ഇപ്പോൾ സമ്മേറ്റീവ് അസസ്മെൻറ്റിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കോഴ്സ് മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് കാര്യങ്ങൾ പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ പൊതുവേ ഇതൊരു എൻഡ് ഓഫ് ദ കോഴ്സോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെമസ്റ്ററോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ യൂണിറ്റ് അല്ലെങ്കിൽ ആനുവൽ എക്സാം, പബ്ലിക് എക്സാം ഒക്കെ പോലെയാണ് ഈ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്താറുള്ളത്. അപ്പോൾ ഒരു കുട്ടിയുടെ ഓവറോൾ അസസ്മെൻ്റ് ആണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിലുള്ളത്. സോ അപ്പോൾ ഇതെന്താണ് വളരെ ഫോർമലായിട്ട് നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീംസ് ഉണ്ടായിരിക്കും, ആൻസർ കീ ഉണ്ടായിരിക്കും. അത് ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് മാർക്സ് ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ഓർ ഫെയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ അതൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതല്ലാണ്ട് വേറെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ഫോർമേറ്റീവും സമ്മേറ്റീവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഹൈ സ്റ്റേക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹൈ സ്റ്റേക്ക് അസസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കുട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ഓർ ഫെയിൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്നതാണ് ഹൈ സ്റ്റേക്ക് അസസ്മെൻറ്റ്. അത് ഒരു തരത്തിൽ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് പോലെ തന്നെയാണ്. കുട്ടികളുടെ അക്കാദമിക് അച്ചീവ്മെൻറ്റ് കാര്യങ്ങൾ, കുട്ടികളുടെ ലേണിംഗ് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ്സാണോ ഫെയിലാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ നടത്തുന്നതാണ് ഹൈ സ്റ്റേക്ക് അസസ്മെൻറ്റ്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് പ്രീ അസസ്മെൻറ്റ്. ഇപ്പം ഒരു ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക് ഒരു ടീച്ചർ എടുക്കുന്നത് ഡയറക്റ്റ് പോയിട്ട് നമ്മൾ ടോപ്പിക്ക് പറയല്ലേ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്രീവിയസ് നോളേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് അത് എത്രത്തോളം അതിൻ്റെ പ്രീവിയസ് നോളേജ് ഉണ്ട്, കുട്ടികൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻസ് ഉണ്ട്, അവർ പണ്ട് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം അവർക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും അല്ലേ. സോ അപ്പോൾ അതിനെയാണ് പ്രീ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ചെക്കിങ് പ്രീവിയസ് നോളേജാണ് പ്രീ അസസ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം കുട്ടികൾക്ക് എത്രത്തോളം പ്രീവിയസ് നോളേജ് ഉണ്ട്, അവർക്ക് ഒരു കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം ഐഡിയ ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ പ്രീ അസസ്മെൻറ്റിൽ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റാണ് ഇൻ്ററിം അസസ്മെൻറ്റ്. ഇൻ്ററിം അസസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കുട്ടികൾ ഒരു ക്ലാസ് റൂമിൽ എത്രാമത്തെ പൊസിഷനിലാണ്, അതായത് ലേണിങ്ങിൻ്റെ കാര്യങ്ങളിൽ അവരെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ അവർ എത്രാമത്തെ പൊസിഷനിലാണ്, അതുപോലെ തന്നെ അവർ ലേണിങ്ങിൻ്റെ ട്രാക്കിലാണോ, അവർ ആ ഗോൾ അച്ചീവ് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇൻ്ററിം അസസ്മെൻറ്റിൽ മെഷർ ചെയ്യുന്നത് കേട്ടോ. ദെൻ പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ്. പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റ് ഇതുപോലെ തന്നെ ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു കോഴ്സ് ലെവലിലോ അല്ലെങ്കിൽ ഒരു അക്കാദമിക് പ്രോഗ്രാമിലോ സ്റ്റുഡൻറ്റിൻ്റെ പ്ലേസ്, അതായത് ആ കുട്ടി ഗ്രേഡ് വൈസ് മാർക്ക് വൈസ് കുട്ടികളിൽ എത്രാമത്തെ സ്ഥാനത്താണ്. നമ്മളിപ്പോൾ ഇൻ്ററിം അസസ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെയാണ് പ്ലേസ്മെൻറ്റ് അസസ്മെൻറ്റും പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡിഫറെൻറ്റ് ഹെഡിങ്ങിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, കോൺസെപ്റ്റൊക്കെ സെയിം തന്നെയാണ്. ദെൻ വരുന്ന ഒന്നാണ് സ്ക്രീനിങ് അസസ്മെൻറ്റ്. അതും ഒരു ടൈപ്പ് ഓഫ് അസസ്മെൻറ്റിൽ നമുക്ക് പറയാം. സ്ക്രീനിങ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു LKG അഡ്മിഷന് മുന്നേ അല്ലെങ്കിൽ 1ാം ക്ലാസ് അഡ്മിഷന് മുന്നേ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ. അതായത് ആ കുട്ടിക്ക് ആ ഒരു അക്കാദമിക് പ്രോഗ്രാമുമായിട്ട് ഓക്കെ ആകുമോ, കുട്ടിക്ക് ബേസിക് നോളേജ് ഉണ്ടോ, ഇതൊക്കെ നടത്തുന്നതാണ് സ്ക്രീനിങ് അസസ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ ഒരു LKG കുട്ടിയാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള
ലെറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ, ABCD എഴുതാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ സ്ക്രീനിങ് അസസ്മെൻറ്റ്. അല്ലെങ്കിൽ ആനിമൽസിനെ കുട്ടികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ സ്ക്രീനിങ് അസസ്മെൻറ്റിൽ ചെയ്യിക്കാറുള്ളത്. സോ ബേസിക് ആയിട്ട് ആ ഒരു അക്കാദമിക് പ്രോഗ്രാമുമായിട്ട് കുട്ടിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ കുട്ടിക്ക് ഓക്കെ ആണോ എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യാനാണ് സ്ക്രീനിങ് അസസ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. ഹൈ സ്റ്റേക്ക് അസസ്മെൻ്റ് ഉണ്ട്, പ്രീ അസസ്മെൻ്റ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻ്റ് ഉണ്ട്, ദെൻ ഇൻ്ററിം അസസ്മെൻ്റ് ഉണ്ട്, പ്ലേസ്മെൻറ്റ് അസസ്മെൻ്റ് ഉണ്ട്, സ്ക്രീനിങ് അസസ്മെൻ്റ് ഉണ്ട്. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ലേണിംഗ് ഓഫ് അസസ്മെൻറ്റ് ഇൻ റോൾ ഓഫ് അസസ്മെൻറ്റ് ഇൻ ലേണിംഗ് ആണ്. ഡിഫറെൻറ്റ് റോൾസ്, മൂന്നായിട്ടുള്ള റോൾസ് ഉണ്ട്. ഈ 3 റോൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, ദെൻ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് വെച്ചാൽ അസസ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേണർ യൂസസ് അസസ്മെൻറ്റ് ഇൻ ലേണിംഗ് ടു ലേൺ. ഒരു അസസ്മെൻറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അസസ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതായത് ടീച്ചേഴ്സ് അസസ് ഈ സ്റ്റുഡൻസ് ലേണിംഗ്. അതായത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് അല്ലേ, അപ്പോൾ 4 എന്നുള്ളത് ഫോർമേറ്റീവ് ആണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ടീച്ചേഴ്സ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് കുട്ടികളെ അസസ് ചെയ്യാനും കുട്ടികളുടെ ലേണിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കാനും ഒക്കെ എന്ത് ചെയ്യണം, ടീച്ചേഴ്സ് അസസ്മെൻറ്റിനെ യൂസ് ചെയ്യുന്നതാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ശേഷം സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ കണ്ടുപിടിക്കൂലേ. ഇപ്പോൾ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ശേഷം സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇങ്ങനെ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമ്മൾ പാരൻസായിട്ടും കുട്ടികളൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. അപ്പം അസസ്മെൻറ്റ്, ഒരു ലേണിങ്ങിൽ അസസ്മെൻറ്റ് നടത്തുന്നതിന് 3 റോളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, 5 മാർക്സിനൊക്കെ ചോദിക്കുന്ന ഒരു പോർഷനാണ് റോൾ ഓഫ് അസസ്മെൻറ്റ് ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ വരുന്നൊരു കാര്യമാണ് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൻ്റെ പർപ്പസ് എന്താണ്? നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ പർപ്പസ് അല്ലേ. ഇത് ആക്ച്വലി എന്താണ്, ഒരു ഡയഗ്നോസ്റ്റിക് ടൂളാണല്ലോ. കുട്ടികളുടെ സ്ട്രെങ്ത് വീക്ക്നെസ്, അവരുടെ സബ്ജക്റ്റ് നോളേജ്, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ്, അവരെത്രത്തോളം ലേണിംഗ് ട്രാക്കിലാണ്, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അസസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്ക് കൊടുക്കാനും ആ കുട്ടിയുടെ ഗോളിലേക്ക് ഡയറക്റ്റ് ചെയ്യാനൊക്കെ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാനും ആ കുട്ടിയെ എഡ്യൂക്കേഷൻ്റെ ട്രാക്കിലെത്താനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെ നമുക്ക് അസസ്മെൻറ്റിൻ്റെ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റിന് മെയിനായിട്ടും 5 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനാണ് പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസ് എന്നുള്ള പോർഷൻ. പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, അസസ്മെൻറ്റ് പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുക. അപ്പം ഓരോ ടൈപ്പ് അസസ്മെൻറ്റിനും ഓരോ മെത്തേഡ്സ് ആയിരിക്കും. മേ ബി ഫോർമേറ്റീവ് ആയിരിക്കും, സമ്മേറ്റീവ് ആയിരിക്കും, അതിൽ തന്നെ റിട്ടേൺ എക്സാംസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലേണിംഗ് ബൈ ഡൂയിങ് മെത്തേഡായിരിക്കും. അപ്പം ഏത് മെത്തേഡാണോ അത് നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ പ്രിൻസിപ്പിൾ ദാറ്റ് ആർ ഹെൽപ്ഫുൾ ഇൻ ഗ്യാതറിങ് ഇൻഫർമേഷൻ ഫ്രം ദ അസസ്മെൻറ്റ് പ്രാക്ടീസസ്. നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത മെത്തേഡ് യൂസ് ചെയ്തിട്ട് കുട്ടികളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക. ആക്ച്വലി ഡാറ്റ കളക്ഷൻ പോലെ തന്നെയാണിത്. നമ്മൾ കുട്ടികൾക്ക് നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത് അങ്ങനത്തെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യണം. അത് ത്രൂ മോണിറ്ററിങ് ആവാം, റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ടാവാം, ഇൻ്റർവ്യൂ ത്രൂ ആവാം, അല്ലെങ്കിൽ തിയറി എക്സാംസ് ബേസ്ഡ് ആവാം, ഓറൽ ക്വസ്റ്റ്യനിങ് ആവാം. അങ്ങനെ നമ്മൾ ഏത് മെത്തേഡാണോ ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. അങ്ങനെ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് നമ്മൾ ജഡ്ജ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ വരുന്നത്. പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ ജഡ്ജിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് സ്റ്റുഡൻസ് വൈൽ ഡൂയിങ് അസസ്മെൻറ്റ് ആൻഡ് ഫോർ ഗിവിങ് മാർക്സ് ഫോർ ദ ലേണേഴ്സ്. സോ അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മെത്തേഡ് വെച്ചിട്ട് നമ്മൾ കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നു,
ആ ഡാറ്റ ബേസ് ചെയ്ത് നമ്മൾ കുട്ടികളെ ജഡ്ജ് ചെയ്യണം. സോ അപ്പോൾ ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്കൊരു ഐഡിയ വേണം, ഈ രീതിയിലാണ് ജഡ്ജ് ചെയ്യേണ്ടത്, ഓരോന്നിന് ഇത്ര മാർക്സ് വെച്ച് കൊടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെയാണോ ജഡ്ജ് ചെയ്യേണ്ടത്, ഓരോ ആക്ടിവിറ്റിയും എങ്ങനെയാണോ ജഡ്ജ് ചെയ്യേണ്ടത്, ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ അസസ് ചെയ്യുകയും മാർക്ക് കൊടുക്കുകയും ചെയ്യണം. ദെൻ അടുത്ത് വരുന്നതാണ് പ്രിൻസിപ്പിൾസ് ഫോർ കമ്പയറിംഗ് ദ റിസൾട്ട് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് ഫോർ ഇൻറ്റർപ്രറ്റിംഗ് ദം. അങ്ങനെ നമ്മൾ കൊടുത്ത മാർക്സ് കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്ത് അതിനൊന്ന് കമ്പയർ ചെയ്യണം. കുട്ടികളുടെ റിസൾട്ട്, അതായത് കുട്ടി നെക്സ്റ്റ് ലെവലിലേക്ക് പാസ്സാണോ ഫെയിലാണോ, ആ കുട്ടിയുടെ സ്ട്രോങ് സബ്ജക്റ്റ് ഏതാണ്, കുട്ടിക്ക് വീക്കുള്ള സബ്ജക്റ്റ് ഏതാണ്, ആ കുട്ടി എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റീസ് നേരിടുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളതിൽ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം വരുന്ന 5ാമത്തെ പ്രിൻസിപ്പിൾസാണ് പ്രിൻസിപ്പിൾസ് ഫോർ റിപ്പോർട്ടിംഗ് ദ റിസൾട്ട് ഓഫ് അസസ്മെൻറ്റ്. നമ്മളിതെന്താണ് റിപ്പോർട്ട് കാർഡ് പോലെ തയ്യാറാക്കിയിട്ട് സമർപ്പിക്കുക. അത് പാരൻസിന് റിപ്പോർട്ട് കാർഡ് കൊടുക്കാം, സ്റ്റുഡൻസിന് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒരു പാരൻസ് മീറ്റിങ്ങിലൊക്കെ നമ്മളൊരു ഫുള്ളായിട്ടുള്ള റിപ്പോർട്ട് കാർഡ് സബ്മിറ്റ് ചെയ്യുമല്ലേ. അപ്പം ആ റിപ്പോർട്ട് കാർഡിൽ എന്തായിരിക്കും, സ്റ്റുഡൻസിൻ്റെ ഓരോ സബ്ജക്ട്സിലുള്ള മാർക്സ്, അതിൻ്റെ അക്കാദമിക് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഐഡിയ ഉണ്ടായിരിക്കും. സോ അപ്പോൾ അത് ബേസ് ചെയ്താൽ കുട്ടിയുടെ ഈസി സബ്ജക്ട്സ്, കുട്ടിക്ക് വീക്കായിട്ടുള്ള സബ്ജക്ട്സ്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു അസസ്മെൻറ്റ് പ്രാക്ടീസിൽ ഫോളോ ചെയ്യേണ്ട മെയിനായിട്ടുള്ള 5 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ് പ്രാക്ടീസ് സെലക്ട് ചെയ്യുക, ദെൻ അത് വെച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യുക, ദെൻ അത് വെച്ച് ജഡ്ജ് ചെയ്യുക, മാർക്സ് കൊടുക്കുക, മാർക്സിനെ റിസൾട്ടിനെ കമ്പയർ ചെയ്യുക, ദെൻ ഗ്രേഡ് കാർഡ് തയ്യാറാക്കുക, റിപ്പോർട്ട് കാർഡ് തയ്യാറാക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മളതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് അസസ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരു കാര്യം കൂടിയാണ് പഠിക്കാനുള്ളത്, ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സാണ് ഇവാലുവേഷൻ. ഇപ്പോൾ നമ്മളൊരു ആസ് എ ടീച്ചർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു, നമ്മൾ അവരെ ഒന്നും ഇവാലുവേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികളത് പഠിച്ചു വരാനും അത് ഫോളോ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണല്ലേ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കുട്ടികളെ അസസ് ചെയ്യണം, അതിനുശേഷം ഇവാലുവേറ്റ് ചെയ്യണം, ദെൻ ഫീഡ്ബാക്ക് കൊടുക്കണം, ദെൻ വീണ്ടും അവരെ അസസ് ചെയ്യണം, വീണ്ടും ഇവാലുവേറ്റ് ചെയ്യണം, വീണ്ടും ഫീഡ്ബാക്ക് കൊടുക്കണം, അങ്ങനെ. അപ്പം ഇവാലുവേഷനും ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ അപ്പം ഇവാലുവേഷനും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ കുട്ടികളുടെ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അവർ ലേണിംഗ് പ്രോഗ്രസ് കാണിക്കുന്നുണ്ടോ, അവർ ഗോളിലേക്ക് എത്തിയിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് എന്താണ് ഇവാലുവേഷൻ ത്രൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ മെഷർമെൻറ്റ് പ്ലസ് വാല്യൂ ജഡ്ജ്മെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് നമ്മളൊരു കുട്ടിയെ മെഷർ ചെയ്യുന്നു, പ്ലസ് നമ്മൾ എന്തുകൂടെ വേണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് കൊടുക്കണം, അപ്പോഴാണ് പ്രോപ്പർ ഇവാലുവേഷൻ ആവുക അല്ലേ. നമ്മൾ വെറുതെ മെഷർ ചെയ്യുന്നു, അവർക്ക് നമ്മൾ ഫീഡ്ബാക്ക് ആരും കൊടുക്കുന്നില്ലെങ്കിൽ അത് ഇവാലുവേഷൻ ആവില്ല. മെഷർമെൻറ്റ് പ്ലസ് വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് ഇവാലുവേഷൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവാലുവേഷൻ്റെ പർപ്പസ് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ കരിക്കുലർ ഗോൾസ്, കുട്ടികൾ അതിൽ പ്രോഗ്രസ് കാണിക്കുന്നുണ്ടോ, അവരുടെ കരിക്കുലം എഫക്റ്റീവ്നെസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കുട്ടികളുടെ വീക്ക്നെസ്, സ്ട്രെങ്ത്ത് കാര്യങ്ങളൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പം എല്ലാ കുട്ടികളും എല്ലാ സബ്ജക്റ്റിലും വീക്കാണ്, അങ്ങനെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും എല്ലാ സബ്ജക്റ്റിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാദമിക് ഇതുണ്ടാവില്ല. ചില കുട്ടികൾക്ക് ചില സബ്ജക്ട്സ് ആയിരിക്കും പ്രശ്നം ഉണ്ടാവുക. സോ അപ്പം അത് കണ്ടെത്തുക, അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു റെമഡിയൽ മെഷേഴ്സ് കൊടുക്കാം, അതിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാരൻസിനെ ഇത് അറിയിക്കുക എന്നുള്ളത്. സോ അപ്പം ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, കുട്ടികളെ പ്രോപ്പർ അസസ്മെൻറ്റ് ഇവാലുവേഷന് ശേഷം പാരൻസിനും എന്ത് ചെയ്യുക, റിപ്പോർട്ട് കൊടുക്കുക. കുട്ടികളുടെ പെർഫോമൻസിനെ കുറിച്ചും കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ചും എന്താണ് പാരൻസ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചിട്ടൊക്കെ പാരൻസിനും ഇൻഫർമേഷൻസ് കൊടുക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്കൊരു എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുപോകാൻ പറ്റും. ഒരു എഫക്റ്റീവ് ക്ലാസ് റൂമും ഒരു എഫക്റ്റീവ് ഒരു എഡ്യൂക്കേഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇവാലുവേഷൻ്റെ പർപ്പസിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഇവാലുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം അസസ്മെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഫോർമേറ്റീവ്, സമ്മേറ്റീവ് അസസ്മെൻ്റ് ഉണ്ടല്ലേ. അതുപോലെ തന്നെ നമുക്ക് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷനും ഉണ്ട്. സോ ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ശേഷം കൊടുക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ സമ്മേറ്റീവ് അസസ്മെൻറ്റിന് ശേഷം കൊടുക്കുന്നതാണ് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇപ്പോൾ ഒരു കുട്ടിയെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഓറൽ ടെസ്റ്റ് നടത്തുന്നു, ഒരു യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നു, അതൊക്കെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അല്ലേ. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സോ അതും എന്താണ്, ഒരു ഡേ ടു ഡേ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു മെത്തേഡാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പം ഫോർമേറ്റീവ് ഇവാലുവേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് ഫീഡ്ബാക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും.
ദെൻ സമ്മേറ്റീവ് വാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു എൻഡ് ഓഫ് ദ കോഴ്സോ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെമസ്റ്ററോ ഒക്കെ കൊടുക്കുന്ന അച്ചീവ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷനാണ് സമ്മേറ്റീവ് വാലുവേഷൻ. അപ്പോൾ സമ്മേറ്റീവ് വാലുവേഷന് ശേഷം പലപ്പോഴും അങ്ങനെ ഒരു പ്രോപ്പർ ഫീഡ്ബാക്ക് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് കുട്ടികൾ നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ഓർ ഫെയിൽ ഇതൊക്കെയാണ് അതിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഇപ്പോൾ ഡയഗ്നോസ്റ്റിക് എന്നുള്ള വേർഡ് തന്നെ ഒരു ഡോക്ടർ രോഗിയുടെ രോഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു അതുപോലെ തന്നെ ടീച്ചർ ആ കുട്ടിയുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. അത് പലപ്പോഴും ഒരു ഫോർമേറ്റീവ് ഇവാലുവേഷൻ സമയത്താണ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നടക്കുക. കുട്ടിയുടെ ലേണിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ലേണിംഗ് പ്രോഗ്രസ് കാര്യങ്ങൾ, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ മെയിനായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടത്. ദെൻ പ്ലേസ്മെൻറ്റ് ഇവാലുവേഷൻ. ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ എത്രാമത്തെ പ്ലേസിലാണ്, ഇപ്പോൾ ഒരു 50 കുട്ടികളുണ്ടെങ്കിൽ ഈ കുട്ടി ടോട്ടൽ മാർക്സ് വെച്ചിട്ട് ആ കുട്ടി ആ കോഴ്സിൽ എത്രാമത്തെ പ്ലേസിലാണ്, ഇനി ആ കുട്ടിയുടെ മുന്നിലും പിന്നിലും എത്ര ആൾക്കാരുണ്ട്, ആ കുട്ടി ലേണിംഗ് പ്രോഗ്രസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെയാണ് പ്ലേസ്മെൻറ്റ് ഇവാലുവേഷനിൽ മെയിനായിട്ട് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ പലപ്പോഴായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മെഷർമെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷനൊക്കെ ചോദിക്കാറുണ്ട്. സോ അപ്പോൾ അതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് 2 കോളം വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കണം. അപ്പം ഈ ഡിഫറൻസ് അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, 5 മാർക്കിനായിരിക്കും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നിങ്ങൾ 2 കോളം വരച്ച് തന്നെ ചെയ്യുക കേട്ടോ. അതായിരിക്കും മാർക്ക് കൂടുതൽ കിട്ടാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് 2 കോളമായിട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.